ഒരു സിനിമ കണ്ടിട്ട് വരുന്ന വഴിയാണ്, അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ടൊരു വീഡിയോ ഇടുന്നതാണ്. അതായത് ആരും മിസ് ചെയ്യരുത്, ലോക ചാപ്റ്റർ 1 ചന്ദ്ര. അടിപൊളി മൂവിയാണ്. എനിക്ക് എന്താ പറയുക, വേറൊരു സ്പെഷ്യാലിറ്റി കൊണ്ടുള്ളത്, എൻ്റെ ഒരു കസിനും കൂടെയാണ് അതിൻ്റെ ഡയറക്ടർ ഡൊമിനിക് അരുൺ. അപ്പം ഫസ്റ്റ് ഡേ തന്നെ ഞാനിന്ന് ഷോയ്ക്ക് പോയപ്പം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പീപ്പിളൊക്കെ ഒരുപാട് എക്സ്പെക്റ്റേഷനോടെ വന്നിരിക്കും. കാരണം ബാംഗ്ലൂർ ഒരു വീക്ക് ഡേ, അതും 6 o'clock ഒരു ഷോ ഫില്ലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ലൈക്ക് മൂവിക്കൊരു സ്റ്റാൻഡേർഡ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതിൻ്റെ റിവ്യൂസൊക്കെ ഞാൻ എല്ലാവരുടെയും കണ്ടു, എല്ലാവരും അടിപൊളി റിവ്യൂസ് പറഞ്ഞിരിക്കുന്ന ഒരു ആദ്യത്തെ മലയാളം മൂവി ആയിരിക്കും ഇത്. അതുപോലെ തന്നെ നമ്മൾ അവഞ്ചേഴ്സും ബ്ലേഡും ട്വിലൈറ്റും മറ്റേ വാനൽ സിംഗും ഒക്കെ കണ്ടു വരുന്നത് നമുക്ക് നമ്മുടെ മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു മൂവി എന്ന് പറയുമ്പം ഇറ്റ്സ് ക്വയറ്റ് വെരി എന്താ പറയുക, അതും ഇത്രയും കുറഞ്ഞ ബജറ്റിൽ ഇങ്ങനൊരു മൂവി. VFX ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഹിന്ദി സിനിമയുടെ VFX ഒക്കെ ചെയ്ത് മറ്റേ ആദിപുരുഷൊക്കെ ചെയ്തവർ കണ്ടു പഠിക്കണം. എന്തൊരു VFXും എന്തൊരു നാച്ചുറൽ അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ദ ക്യാമിയോസ്, ഈ സിനിമ പല സീരീസ് ആയിട്ടാണ് വരുന്നത്. അതിനകത്ത് എത്ര പേര് വരുന്നുണ്ടെന്ന്, ആ ഒരു സീനൊക്കെ ഭയങ്കര ത്രില്ലിങ് ആയിരുന്നു. ഇങ്ങനെ എത്ര പേര് അതിനകത്ത്, എന്തൊരു വാട്ട് എ യൂണിവേഴ്സ് ഈസ് ഗോയിങ് ടു മേക്ക്. ഓ മൈ ഗോഡ്, ഐ എം വെരി പ്രൗഡ് ഓഫ് യു അരുൺ, റിയലി പ്രൗഡ് ഓഫ് യു. ഇത്രയും ഒരു സംഭവം ഇങ്ങനെ ഒരാൾ നമ്മുടെ ഫാമിലിയിലുണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഇറ്റ് വാസ് സോ പ്രൗഡ്, ഐ എം ഫീലിംഗ് സോ പ്രൗഡ്. പിന്നെ എന്താ പറയുക, മൊത്തത്തിൽ സിനിമയുടെ മേക്കിംഗ് ആയിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, കളർ ആയിക്കോട്ടെ, സിനിമാറ്റോഗ്രഫി, എവ്രിതിങ് അപ് ടു മാർക്ക്. മലയാളത്തിൽ നിന്ന് ഇങ്ങനൊരു സിനിമ വന്നതിലും പ്രൗഡാണ്. കല്യാണി പ്രിയദർശൻ, നസ്ലീൻ, എവ്രി വൺ, ഒന്നും പറയാനില്ല കേട്ടോ. അടിപൊളി മൂവിയാണ്. പക്ഷേ സ്റ്റിൽ ഞാൻ പറയും, ഇറ്റ്സ് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് പൊതുവെ ഫാൻറ്റസി ആ ഒരു ടൈപ്പ് മൂവീസിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അപ്പം എനിക്ക് അതുകൊണ്ട് കൂടെ ആയിരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. എന്തായാലും സോ ഗുഡ്. മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു മൂവി എന്തായാലും തിയേറ്ററിൽ പോയി കണ്ടൊരു മൂവിയാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് അറിയണമെങ്കിൽ, ആ ഒരു പിക്ചറൈസേഷനും ഒക്കെ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഡോണ്ട് ഫോർഗെറ്റ്.